നമസ്കാരം. സിനിഗ്രാമിന്റെ സിനിമാ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ, അതായത് ജനുവരി മുതൽ ജൂൺ 30 വരെ 109 സിനിമകളാണ് റിലീസ് ചെയ്തത്. ഇതിൽ 90% സിനിമകളും പരാജയപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അത് ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇതൊരു പുതിയ സംഭവമല്ല, മുൻകാലങ്ങളുടെ തുടർച്ച മാത്രമാണ്. സിനിമാ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ റിലീസ് ചെയ്ത 109 സിനിമകളിൽ വെറും 10 സിനിമകൾ മാത്രമാണ് വിജയിച്ച സിനിമകൾ. ഇവിടെ വളരെ പ്രസക്തമായൊരു കാര്യം, തിയേറ്റർ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന പരമ്പരാഗത രീതി പരാജയപ്പെട്ടു. മറ്റൊന്ന്, പ്രേക്ഷകർ പണം മുടക്കി തിയേറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത്ര അധികം തിയേറ്റർ എക്സ്പീരിയൻസ് ആ സിനിമയ്ക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മൗത്ത് പബ്ലിസിറ്റി ആവശ്യമാണ്. പരാജയപ്പെട്ട സിനിമകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, തിയേറ്റർ കളക്ഷൻ ലക്ഷ്യമിടാതെ OTT പ്ലാറ്റ്ഫോമിൽ വിറ്റ് ലാഭമുണ്ടാക്കാം, അതല്ലെങ്കിൽ സാറ്റലൈറ്റ് അവകാശം കൊടുത്ത് പൈസ നേടാം എന്ന് മാത്രം ചിന്തിച്ച് വളരെ കുറഞ്ഞ ചെലവിലെടുത്ത സിനിമകളാണ് അധികവും. രണ്ടാമത്തെ കാര്യം, ടെലിവിഷൻ പരമ്പരകളുടെയോ ഷോർട്ട് ഫിലിമുകളുടെയോ നിലവാരത്തിലുള്ള തിരക്കഥകളും നിർമ്മാണ രീതികളും തിയേറ്ററിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, പല വെബ് സീരീസുകളും സിനിമയെ വെല്ലുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അവയോട് പോലും സിനിമയ്ക്ക് മത്സരിക്കേണ്ടി വരുന്നു. ഓരോ ആഴ്ചയിലും 5ഉം 6ഉം സിനിമകൾ ഒരേ സമയം റിലീസ് ചെയ്യുമ്പോൾ ചെറിയ സിനിമകൾക്ക് തിയേറ്ററുകൾ കിട്ടാതെ പോവുകയോ പ്രേക്ഷകരിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നു. വലിയ താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ തിയേറ്ററിലെത്തിക്കും. പക്ഷെ പിന്നീട് സിനിമയുടെ അഭിപ്രായം അറിഞ്ഞാണ് ജനം തിയേറ്ററിലേക്ക് എത്തുന്നത്. വലിയ താരനിര ഇല്ലെങ്കിലും വേറിട്ട പ്രമേയവും മികച്ച അവതരണ രീതിയും അത്യാവശ്യം കോമഡിയും ഡ്രാമയും ഒക്കെയായി വന്ന ചെറിയ സിനിമകൾ വലിയ വിജയം നേടിയുണ്ടായി. വാഴ, മോഹിനിയാട്ടം, അതിരടി, പ്രകമ്പനം, ചത്താപ്പച്ച, ബാലൻ തുടങ്ങി കുടുംബ സദസ്സുകൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന സിനിമകൾക്കാണ് മികച്ച വിജയം നേടാൻ സാധിച്ചതെന്ന് ഓർക്കുക. സിനിമ പരാജയപ്പെടാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. പടം ഇറങ്ങുന്ന ദിവസത്തെ ആദ്യ ഷോ പോയി കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ബ്ലോഗിലൂടെയും അതിശയോക്തി കലർന്ന നെഗറ്റീവ് റിവ്യൂകൾ സിനിമയുടെ ആയുസ് വല്ലാതെ കുറയ്ക്കുന്നുണ്ട്. പ്രേക്ഷകർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം നെഗറ്റീവ് റിവ്യൂകൾ കണ്ട് പിന്മാറുന്ന പ്രവണത ഇപ്പോൾ കൂടിയിട്ടുണ്ട്. മുമ്പ് ഒരു സിനിമ പൂർത്തിയാകുമ്പോൾ തന്നെ സാറ്റലൈറ്റ് ബിസിനസ് നടക്കുമായിരുന്നു. പിന്നീട് അത് നിന്നുപോയി. ആ സ്ഥാനത്തേക്കാണ് OTT പ്ലാറ്റ്ഫോം കടന്നു വരുന്നത്. സിനിമ പൂർത്തിയാകുമ്പോൾ തന്നെ പടം OTTക്ക് വിൽപ്പന നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി. തിയേറ്ററിൽ വിജയിക്കുന്ന സിനിമകൾക്ക് മാത്രമായി OTT ചുരുങ്ങി. വിജയിക്കുന്ന സിനിമകൾ മാത്രമല്ല, പ്രേക്ഷകരുടെ പ്രതികരണവും കൂടി നോക്കിയാണ് OTT പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ സിനിമ പർച്ചേസ് ചെയ്യുന്നത്. ഈ 6 മാസത്തിനിടയിൽ റിലീസ് ചെയ്ത 109 സിനിമകൾ 100 സിനിമകളും പരാജയപ്പെട്ടു എന്ന കണക്ക് സിനിമയുടെ തകർച്ചയല്ല, മറിച്ച് തിരുത്തൽ ഘട്ടമാണ്. നിലവാരമില്ലാത്ത സിനിമകളെ പ്രേക്ഷകർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. മികച്ച കഥയുള്ള, മികച്ച അവതരണ ഭംഗിയുള്ള, പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരത്തെ പരിഹസിക്കാത്ത സിനിമകളെ മാത്രം സ്വീകരിക്കൂ എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ 6 മാസത്തെ കണക്കുകൾ നൽകുന്ന സൂചന. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള വലിയൊരു ഇൻഡസ്ട്രിയാണ് സിനിമ. ഒരുപാട് മുതൽ മുടക്കുള്ള, ഒരുപാട് പേർ ജോലി ചെയ്യുന്ന ഈ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതും എല്ലാവരുടെയും ഉത്തരവാദിത്വവും കൂടിയാണ്. നമ്മുടെ ചാനൽ സിനിഗ്രാം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം നമുക്ക് പുതിയ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.